ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു 2 ഇയർ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, ഇങ്ങനെ നീങ്ങി പോയൊരു വീഡിയോ ആണ് ഇത്. എംഡെസിനെ പറ്റിയിട്ടാണ്. അപ്പം എംഡെസ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ഫാഷൻ ഡിസൈൻ, നിഫ്റ്റിലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാമാണ് എംഡെസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ട് പറയാം. ഇതിൻ്റെ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞത് ഒരു 3 ലെവലായിട്ടുള്ളതാണ്. 3 ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റും അതിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ എംഡെസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലോട്ട് നമുക്ക് എൻട്രൻസ് എക്സാമിൻ്റെ ആ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഇതിനകത്ത് വന്നേക്കണ ഈ ഒരു കാറ്റിലും ആക്ച്വലി നമ്മൾ ബിഡെസിലെ പോലെ തന്നെ ഇതിനും നമുക്ക് ഇങ്ങനെ ഒരു വെയിറ്റേജ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഗാറ്റ് അങ്ങനെയുണ്ട്. അപ്പം അതിൽ കാറ്റ് 40, ഗാറ്റ് 30, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂ കമ്പയർ ചെയ്തത് 30. അപ്പോൾ 40, 30, 30, 100 അങ്ങനെയാണ് ഈ ഒരു സംഭവം വെയിറ്റേജ് വരുന്നത്. ഈ ഒരു എക്സാം കൊണ്ട് അല്ലെങ്കിൽ ഗാറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അനലിറ്റിക്കൽ എബിലിറ്റീസ്, ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും ഈ ഒരു ഗാറ്റിൻ്റെ സംഭവം. അതുപോലെ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേര് എന്താ വെച്ചാൽ എംഡെസ് എന്നുള്ള ഒരു പേര് പോലെ തന്നെ ഡിസൈനിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പം കുറച്ചും കൂടി റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എംഡെസിൽ പഠിപ്പിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിലൂടെ എത്തണമെങ്കിൽ അതിന് മുൻപ് കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ആ റിസർച്ച് ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ എന്താണ് അതിൻ്റെ പ്രോസും കോൺസും അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് നമ്മളിത് ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ആ ഒരു ഡിസൈൻ പ്രോസസ്സുകൾ, അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് എംഡെസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്കാണെങ്കിലും എംഡെസ് പഠിക്കാം കേട്ടോ. ഓൺലി ഒരു നിഫ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. ആൻഡ് നമ്മുടെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് ഇപ്പം കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ഫസ്റ്റ് ഇയറിൽ 1,85,000, അത് കഴിഞ്ഞിട്ട് 1,30,000 അങ്ങനെ ഞാനിവിടെ സൈഡിൽ എഴുതി കൊടുക്കാം. അപ്പം 4 സെമസ്റ്റേഴ്സ് 2 ഇയേഴ്സ് ആണല്ലോ നമുക്ക് ഈ ഒരു കോഴ്സ്. അപ്പം എന്താണ് പറയുക, നമുക്കൊരു ഓൾമോസ്റ്റ് അറൗണ്ട് എത്ര ലാക്ക് വരുന്നു അതും ഞാനിവിടെ കൊടുക്കാം. ഒരു എന്താണ് പറയുക, കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല, കാരണം ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഏകദേശം സെയിം ഫീ തന്നെയാണ്. ഇപ്പം നെക്സ്റ്റ് വരുമ്പോഴൊക്കെ കുറച്ച് ഫീ കൂടുമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു പഠിക്കണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ സാധനങ്ങൾ നമുക്ക് മോക്ക് ടെസ്റ്റിൻ്റെ പരിപാടികളൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. nift.ac.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് MFM എന്നുള്ളതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ച് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതൊക്കെ ആൻസർ ചെയ്താൽ മതി. ഒരു കോച്ചിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുള്ളവർക്ക് പോവാം, പക്ഷെ പോവാണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്ന 1-2 പേര് കോച്ചിങ്ങിനൊന്നും പോവാണ്ടാണ് നെഫ്റ്റിൽ എംഡെസ് ഇപ്പോൾ പഠിക്കണത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് എനിക്ക് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ബൈ.